വേറെ അടുത്ത ഷോ എല്ലാവരും നിങ്ങൾ കാണണം. അതിനുശേഷം ഞാൻ എപ്പോഴും ചോദിക്കാം. അതെ, അതാ പറഞ്ഞത്. നിങ്ങൾ പറയണം പടം കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അല്ലേ. അത് കേൾക്കാനല്ലേ ഞാനും എനിക്കും ആഗ്രഹം. അതല്ലേ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനല്ലേ എനിക്കും ആഗ്രഹം. അവിടെ എനിക്ക് കണ്ടിട്ട് എന്താ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒപ്പം ഇരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി ചിരിപ്പിച്ച് അവസാനം കണ്ണ് നിറയിച്ചൊരു സിനിമയാണ്. ഫാമിലിക്കും പിന്നെ എല്ലാ ബന്ധങ്ങൾക്കും, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ് ടൈഗർ ഇൻ അറേബ്യ. അപ്പം ബാക്കി നിങ്ങൾ കണ്ടിട്ട് പറയും. ഓക്കെ, പോകട്ടെ. ഉർവശി ചേച്ചിയാണെങ്കിൽ വളരെ നല്ല കൃത്യതയോടുകൂടി നല്ല അടുക്കും ചിട്ടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഉർവശി ചേച്ചിൻ്റെ പടത്തിൽ നമ്മൾ ഒരുപാട് നാളായി ഉർവശി ചേച്ചിയുടെ നല്ലൊരു പടം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് പുള്ളിക്കാരത്തിന് നമുക്ക് എങ്ങനെയാണ് ഇത് അങ്ങോട്ട് മനസ്സിലാക്കാത്ത രീതിയിൽ നല്ല ഗംഭീരമായിട്ട് ഉർവശി ചേച്ചി ആക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നല്ല നിൽക്കുന്നത് ഉർവശി ചേച്ചിയാണ്. അതിന് മുകേഷ് ചേട്ടനാണെങ്കിലും ഉർവശി ചേച്ചി ആണെങ്കിലും ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും അതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാ ക്രൂ ആണെങ്കിലും നല്ല ഗംഭീരം നല്ല ചെറിയ പടമാണെങ്കിലും വളരെ വലിയ പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടും പടം. ഓക്കെ, താങ്ക് യു. പടം ടൈഗർ ഇൻ അറേബ്യ പടം ഒരു ഫാമിലി ഓറിയന്റഡ് മൂവി ആയിട്ട് എനിക്ക് തോന്നി. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ട് കോമഡി കാര്യങ്ങളൊക്കെ ധ്യാൻ്റെ പിന്നെ പടങ്ങളിൽ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു എല്ലാ പടത്തിലുള്ള പോലെ തന്നെ കോമഡി കാര്യങ്ങളുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ആയിട്ട് കൊണ്ട് നിർത്തിക്കുന്നത് ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവം. അതൊരു അപ്പനും മകനും തമ്മിലുള്ള സ്നേഹവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് നിർത്തുന്നത്. എന്തായാലും ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാം. നല്ലൊരു പടം, നിരാശപ്പെടുത്തില്ല. ധ്യാൻ ഉള്ളതിലെല്ലാത്തിലും വെച്ച് നോക്കണമെങ്കിൽ ധ്യാനിപ്പോൾ എല്ലാത്തിലും ഒരേപോലത്തെ ഒരു റോള് അങ്ങനെയായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അതിനൊരു വെറൈറ്റി ഉണ്ട് കാണാൻ. പിന്നെ എടുത്തു പറയേണ്ടതിൽ മുകേഷും ഉർവശിയും തന്നെയാണ്. സീനിയർ ആക്ടേഴ്സിൻ്റെ എല്ലാ രസങ്ങളും അതിൽ വന്നിട്ടുണ്ട്. അതെല്ലാം കൊള്ളാം. പിന്നെ അലൻസിയറൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അലൻസിയറൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിനയിച്ചാൽ എല്ലാവരും. അത് ഷൈൻ ചാക്കോൻ്റെ അധികം റോളില്ലാത്ത പോലെ എനിക്ക് തോന്നി. പക്ഷേ കുഴപ്പമില്ല, ഉള്ളതിൽ വെച്ച് രസമായിട്ട് വന്നിട്ടുണ്ട്. നല്ല കോമ്പോ, രണ്ടൊരു നല്ല രസമുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്കുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ്, അവർ ചിൽ മൈൻഡ് ആയിട്ടുള്ള ഇതിലുള്ള രണ്ടുപേരും അടിപൊളിയായിട്ട് നന്നായിട്ട് ചെയ്തു. അതൊരു ഇഷ്ടപ്പെട്ടു. നല്ല പാട്ടാണ്, പക്ഷേ മുകേഷ് ആണെങ്കിൽ നല്ല രസമാണ്. പറയേണ്ട സ്റ്റോറിയാണ്. ഇപ്പോഴും ആൾക്കാർ ചില ഫാമിലീസ് അങ്ങനെ കാണിക്കാറുണ്ട്, മറ്റേ ജാതിപരമായിട്ട്. അതിപ്പോൾ ദുബായി ചെന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഷൈൻ ടോമും പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, ഉർവശി മാഡം, മുകേഷ്, ഇവരെല്ലാവരും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിസാർ സാറിൻ്റെ വേറൊരു പ്രത്യേകതരം സ്റ്റോറിയാണത്. കൊള്ളാം പടം. ഫാമിലിക്ക് കാണാൻ പറ്റുന്ന 100% കാണാം. ചെറുതായിട്ട് കോമഡിയും നല്ല എൻ്റർടൈൻമെൻറ്റൊക്കെയുള്ള ദുബായിയാണ് ടോട്ടൽ. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു പടം. കൂടെ ചിരിപ്പടം കണ്ട ഫീലാണോ? ചിരിപ്പടമാണ്. അവസാനം കണ്ണ് നനയിപ്പിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഉർവശി മുകേഷ് ഒരുമിച്ച് പിന്നെ പറയണം, അവരുടെയൊക്കെ തിയേറ്ററിൽ ഒരുപാട് ചിരി കടത്തുന്ന ഒരു ചിത്രമാണ്. അങ്ങനെ ഷൈനും ധ്യാനൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ഒരേ റേഞ്ചിൽ പോകുന്നുണ്ട്. കഥ എങ്ങനെ? ഫാമിലി ജോണാണ്. ഫാമിലിക്ക് തീർച്ചയായിട്ടും വന്നിരുന്നു കാണാം. Movie is great. It's a family movie. It's a comedy movie, so I recommend everyone to watch it. I came here for Durga, so I only know Durga here, and I recommend to watch only for Durga. കാണുമ്പോഴാണ് അതിൻ്റെ പൾസ് മനസ്സിലാക്കുന്നത്. ഇന്നലെ മന്ത്രിമാർക്കും MLA-മാർക്കും വേണ്ടി ഞങ്ങളൊരു ഷോ ഇട്ടിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്ത്. അതിൽ നിന്നൊരു പൾസ് കിട്ടാതെ ഇഷ്ടമായിട്ടൊന്നുമല്ല, എല്ലാവർക്കും പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ഫീൽ ഗുഡ് മൂവി ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം വിജയം കണ്ടു എന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ.